തങ്കമണി ഇല്ലേ അകത്ത്? എന്തിനാ? ഈ പുസ്തകം കൊടുക്കാനാ. നിനക്ക് പറയട്ടെ, ഇങ്ങോട്ട് തന്നേക്കും, ഞാൻ കൊടുത്തോളാം. പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. തങ്കമണിക്ക് ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. നീ ഇടയ്ക്കിടെ അവളെ ഇങ്ങനെ ഇവിടെ കാണാൻ വന്നാൽ, അല്ല, ആളുകൾക്ക് പറഞ്ഞുണ്ടാക്കാൻ അധികമൊന്നും വേണ്ടല്ലോ. നമ്മൾ സൂക്ഷിക്കുകയല്ലേ നല്ലത്. എന്റെ സേവകനായി ഇങ്ങനെ ഏതു നേരവും കൂടെ നടന്നിട്ട് തനിക്ക് എന്താണോ ഒരു നേട്ടം? നേട്ടം നോക്കിയിട്ടല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യണത്. തമ്പുരാനൊരു സഹായമല്ലേ ഞാൻ കൂടെ ഉണ്ടാവണത്. അല്ലാന്ന് പറയണില്ല. മുടിഞ്ഞ വിത്താണ് ഞാനെന്ന് അകത്തും പുറത്തും എല്ലാവരും പറയണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരുത്തനോട് കൂടിയിട്ട് ഒരു ലാഭവും ഇല്ല. മാത്രമല്ല ചീത്തപ്പേര് ബാക്കി. പറയുന്നവര് പറഞ്ഞോട്ടെ, എനിക്ക് തമ്പുരാനെ ഇഷ്ടമാണ്. ഒരു ഏട്ടനെ പോലെ. തമ്പുരാട്ടിയെ ഞാൻ കാണുന്നത് ഒരമ്മയെ പോലെയാണ്. അമ്മയ്ക്ക് ഞാൻ ഇന്നും ഒരു ഭാരാണ്. അച്ഛനിടയ്ക്ക് പരിഹസിക്കാൻ ഒരാൾ, അത്രേ ഉള്ളൂ മകന്ന് വെച്ചാൽ. നിനക്കൊരു കാര്യം അറിയൂ? ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛൻ അമ്മ എടുത്തൊരു നല്ല വാക്ക് പറയണത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം എനിക്ക് അറിയാൻ തമ്പുരാൻ. നമ്മൾ എന്ത് ചെയ്യാനാ? മരിച്ചുപോയ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാ ശരിയെന്ന് ഇപ്പൊ തോന്നുന്നു. ഞാൻ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന്. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചതിന്റെ കഥ താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഏതോ ഒരു കോവിലകത്ത് കല്യാണത്തിന് പോയപ്പോൾ കണ്ട് മോഹിച്ചതാത്രേ. രണ്ടുപേരുടെയും ജാതകം നോക്കി. ജ്യോത്സ്യന്മാരായ ജ്യോത്സ്യന്മാരൊക്കെ അതിലുണ്ടാവുന്ന സന്തതി കോവിലകം മുടിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ വാശി പിടിച്ച് വിവാഹം നടത്തി. അതോടെ കമ്പം തീരുകയും ചെയ്തു. അതിലുണ്ടായ സന്തതിയാണ് ഞാൻ. ഇനി ഒറ്റ മോഹമുള്ളൂ ഹരി എനിക്ക്. ഞാൻ കാരണം ഈ കോവിലകം മുടിയിരുന്നുണ്ട്. ഞാൻ തീർന്നു പോയാലും സാരിയില്ല. പണ്ട് ആരോ എന്തോ വിഡ്ഢിത്തം പറഞ്ഞു എന്ന് വെച്ച് വെറുതെ പ്രാന്ത് പറയണ്ട. എല്ലാം ശരിയായി വരും തമ്പുരാൻ. എല്ലാവർക്കും ഒന്നുകിൽ പേടി, അല്ലെങ്കിൽ പരിഹാസം. അത് രണ്ടും മാത്രമാകുമ്പോ തനിയെ ഭ്രാന്ത് വരും. അത് രണ്ടുമല്ലാതെ ഇത്തിരി സ്നേഹം, അത് അത് കിട്ടുന്നത് നീ ഒരാളിൽ നിന്ന് മാത്രമാണെന്നുള്ളതാ സത്യം. ഒരു പ്രധാന കാര്യം പറഞ്ഞില്ല. കേട്ടാ നീ അത്ഭുതപ്പെടും. എന്റെ പള്ളിക്കെട്ട് നിശ്ചയിച്ചു. ഇത് ബെടായിയല്ല, നിന്റെ ഏട്ടൻ തമ്പുരാൻ വിവാഹം കഴിക്കാൻ പോകുന്നു. നേരോ തമ്പുരാൻ? അതൊക്കെ തെക്കേമഠത്തിന്റെ കുറിപ്പടിയല്ലേ, ഒഴിയാൻ പറ്റുമോ? എവിടുന്ന? പോലോത്തെ ആ മൂദേവി തന്നെ, തങ്കമണി. വിശ്വാസം വരുന്നില്ലേ? ഈ കുരുത്തം കെട്ടവന് വേറെ എവിടുന്നാണോ പെണ്ണിനെ കിട്ടുക? വേറെ ആരും നിനക്ക് കിട്ടിയില്ല അല്ലടി? പോരും പെട്ടോളെ, അസത്ത്
മുറ്റന്മ സുഹൃത്താണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഒരു ആലോചന വന്നത്? ഈ അടുക്കളയിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരു വഴി കാണിച്ചു തന്നപ്പോ അവളുടെ ഒരു വേണ്ട, എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. അസ്വീകരം. ഓ, ആ പാട്ട് പഠിക്കാൻ അയച്ച അബദ്ധമായത്. ഒന്നേ ഉള്ളതെന്ന് ഞാൻ വിചാരിക്കില്ല. കൈയും കാലും തല്ലി ചതച്ചൊരു മൂലക്കിടും. മതി ചീത്ത പറഞ്ഞത്. അവൾ അനുസരിച്ചോളും. ഇല്ല, എനിക്ക് ദുഷ്ടന് വേണ്ട. നിന്റെ വേർക്കാൻ സാമൂതിരിപ്പാട് വരും. കാത്തിരുന്നു. ഇത് ഉറപ്പിച്ച ഞാൻ ജീവൻ ഒടുക്കും. ഉറപ്പ്. എന്താ ചാവ് തീരത്തെ ഭാരം അവിടെ കിടക്കട്ടെ. അവള് പറയുന്ന കേട്ട് സുഭദ്ര പരിഭ്രമിക്കൊന്നും വേണ്ട. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. സുഭദ്ര തീ നിശ്ചയിച്ചോളൂ. രണ്ടു ദിവസമായി കോവിലകത്തേക്ക് കണ്ടില്ല. ഞാൻ ഹരിയെ കാത്തു നിന്നതാണ്. ഹരിയോടല്ലാതെ മറ്റാരോടും എനിക്കൊന്നും പറയാനില്ല, അപേക്ഷിക്കാനുമില്ല. സ്വന്തം അനിയനെ പോലെയാണ് കുട്ടൻ ഹരിയെ കാണുന്നതെന്ന് അറിയാമല്ലോ. അറിയാം. ഹരി, കുട്ടന്റെ ഈ വിവാഹം ഭംഗിയായി നടക്കണം. അതുകൊണ്ട് അവന്റെ രോഗം മാറുമെന്നും സ്വഭാവം നന്നാവുമെന്നും കേൾക്കുമ്പോൾ മനസ്സിന് എന്തൊരാശ്വാസം. ഹരിക്കും തോന്നുന്നില്ലേ? തമ്പുരാട്ടി, അതിന് ഞാനെന്ത് വേണം? കൽപ്പിച്ചോളൂ. അപേക്ഷയാണ്, കൽപ്പനയല്ല. ഹരിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പ്രായത്തിൽ അങ്ങനെ ചിലത് തോന്നാത്തവര് ആരുണ്ടാവില്ല. തങ്കമണിയെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. തമ്പുരാട്ടി, വിവാഹം കഴിയുന്നതുവരെ ഹരിയെ ഈ ഭാഗത്ത് കാണരുത്. അന്വേഷിച്ചാൽ എവിടെയെങ്കിലും വല്ല ജോലിയും കിട്ടിപ്പോയതാണെന്ന് പറഞ്ഞോളാം. കുട്ടൻ ഇതൊന്നും അറിയരുത്. ഹരി ഒരിക്കലും ഇതിനൊരു തടസ്സമാവരുത്. ഒരമ്മയാണ് പറയുന്നതെന്ന് കരുതിയാൽ മതി. തൊഴാറായി.